എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാമിനും വർക്ക് എന്ന് പറയുന്ന പോർഷൻസിൽ നിന്ന് മാത്സ് ഭാഗത്ത് നിന്ന് ചോദിക്കാറുള്ള കുറച്ച് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. ആഫ്റ്റർ ഓൾ ഇതിന്റെ എല്ലാ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. ഇന്ന് ജസ്റ്റ് 2 ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് മാത്രമേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. പിന്നെ ഈ വീഡിയോ ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന കുറച്ച് ടോപ്പിക്സ് നമ്മുടെ ചാനലുണ്ട്, അതും നിങ്ങൾ പോയി കാണാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഫസ്റ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ഇതാണ്. എക്കൊരു ജോലി 6 ദിവസം കൊണ്ടും എക്കൊരു ജോലി 6 ദിവസം കൊണ്ടും ബിക്ക് അതേ ജോലി 12 ദിവസം കൊണ്ടും ചെയ്തു തീർക്കാൻ കഴിയുമെന്നുണ്ടെങ്കിൽ ഇവർ രണ്ടുപേരും ഒരുമിച്ച് ആ ജോലി എത്ര ദിവസം കൊണ്ട് അല്ലെങ്കിൽ എത്ര സമയം എടുത്ത് ചെയ്തു തീർക്കും എന്നുള്ളതാണ്. സോ ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ചെയ്യാൻ അല്ലെങ്കിൽ വർക്ക് ടൈം എന്ന് പറയുന്ന പോർഷന് ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങളുടെ ആൻസർ പേപ്പറിൽ അല്ലെങ്കിൽ നിങ്ങളുടെ മൈൻഡിൽ ആദ്യം തന്നെ ഓടേണ്ട ഒരു ഇക്വേഷൻ ആണെങ്കിൽ എഫിഷ്യൻസി ഈക്വൽ ടു വർക്ക് ബൈ ടൈം. എഫിഷ്യൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിവ് ഈക്വൽ ടു പ്രവൃത്തി ബൈ സമയം. ഓക്കെ, ഈ ഒരു ഇക്വേഷൻ നിങ്ങളുടെ മൈൻഡിൽ എന്തായാലും ഉണ്ടാവാം. ഈ ഇക്വേഷനിൽ നമ്മളോട് ചോദിക്കുന്നത് എന്താണ്? സമയമാണ്. സമയം എന്ന് പറഞ്ഞാൽ ടൈമാണ്. അപ്പം ഈ ടൈം എന്ന് പറയുന്നത് എന്തായിരിക്കും? ടൈം ഈക്വൽ ടു ഈ ടൈം ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ വർക്ക് ബൈ എഫിഷ്യൻസി ആയിരിക്കും. വർക്ക് ബൈ എഫിഷ്യൻസി ആയിരിക്കും. സോ ആദ്യം നമ്മൾ ഈ 2 പേരുടെയും വർക്ക് കാണണം, എന്നിട്ട് എഫിഷ്യൻസി കാണണം. എഫിഷ്യൻസി കാണാനും വർക്ക് കാണാനും ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. നേരത്തെ പറഞ്ഞ എ ചെയ്യാനും 12 ദിവസം, അതേ ജോലി ബി ചെയ്ത് തീർക്കുന്നത് എ ചെയ്യുന്നത് 6 ദിവസം, ബി ചെയ്യുന്നത് 12 ദിവസം. 12ലും ഇത് ബി, ഇത് എ. 12ലും 6ലും LCM എത്ര എന്നുള്ളത് അറിയാം. LCM എങ്ങനെയാണ് കണ്ടുപിടിച്ചെന്നുള്ളത് നമ്മൾ വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. ട്വൽവിനെ ഫുള്ള് 12 കൊണ്ട് ഫുള്ളി ഹരിക്കാൻ കഴിയും, ഫുള്ളി ഡിവിസിബിൾ ആണ്. 6 കൊണ്ട് ഫുള്ളി ഹരിക്കാൻ കഴിയും, ഡിവിസിബിൾ ആണ്. അതായത് 6 വരുന്നതാണ്, അതാണ് LCM. അപ്പൊ 12 ആണ് ഇതിൽ LCM. അപ്പം ഇൻറ്റു 1 ചെയ്താലാണ് ഇവിടെ 12 ആവുന്നത്, ഇൻറ്റു 2 ചെയ്താലാണ് ഇവിടെ 12 ആവുന്നത്. സോ ഈ 2ഉം 1ഉം, ഈ 2ഉം 1ഉമാണ് LCM. അപ്പം എഫിഷ്യൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് കഴിവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന 2 + 1, ഈ 2ഉം ഈ 1ഉം. ഓക്കെ, അപ്പൊ 3ആണ് എഫിഷ്യൻസി. പിന്നെ പ്രവൃത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ കിട്ടിയ ഈ LCM. ഓക്കെ, പ്രവൃത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഈ LCM ആണ്. LCM എത്രയാണ്? 12 ആണ്. ഞാൻ പറഞ്ഞു നമ്മുടെ ആൻസർ എന്താണ്? ടൈം ഈക്വൽ ടു എഫിഷ്യൻസി, വർക്ക് ബൈ എഫിഷ്യൻസി, വർക്ക് ബൈ W/E. W എന്ന W ഫോർ വർക്ക്, E ഫോർ എഫിഷ്യൻസി. സോ വർക്ക് ബൈ എഫിഷ്യൻസി, വർക്ക് എത്ര? 12/3, 4. 4 ദിവസം കൊണ്ടാണ് ഇവർ 2 പേരും കൂടി ആ ജോലി ചെയ്തു തീർക്കുക. സപ്പോസ് ഞാൻ വേറൊരു ക്വസ്റ്റ്യൻ തരാണ് എന്നുണ്ടെങ്കിൽ, അതായത് എക്സ് എന്ന് പറയുന്ന ബോഡി, എക്സ് എന്ന് പറയുന്ന ആൾ 8 ദിവസം കൊണ്ടും Y എന്ന് പറയുന്ന ആൾ 12 ദിവസം കൊണ്ടും ഒരു ജോലി ചെയ്ത് തീർത്തു എന്ന് വിചാരിക്കുക. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഈ 2 പേരും കൂടി എത്ര ദിവസം കൊണ്ട് ഈ ജോലി ചെയ്തു തീർക്കും? ഒന്നുകൂടി ഞാൻ ചെയ്യാം. അതായത് ആദ്യം തന്നെ എന്ത് ചെയ്യുക? ഇതിന്റെ LCM കണ്ടുപിടിക്കുക. 8ലും 12ലും വലിയ നമ്പർ എടുക്കുക, 12. 12 8ൽ ഫുള്ളി ഡിവിസിബിൾ അല്ല. അപ്പൊ അതിന്റെ അടുത്ത മൾട്ടിപ്പിൾ നമ്മൾ എടുക്കുന്നു, 24 എടുക്കും. ഈ 24 12ൽ ഫുള്ളി ഡിവിസിബിൾ ആണ്. 8ൽ 8, 24, 2, 12, 24. അപ്പൊ ഇതിൽ LCM എത്രയാണ്? 24. അതായത് വർക്ക് എന്ന് പറയുന്നത് എന്താണ്? 24. എഫിഷ്യൻസി എന്ന് പറയുന്നത് 2 + 3, 5 ആണ്. അപ്പം എന്തായിരിക്കും ഇതിന്റെ ആൻസർ? എന്തായിരിക്കും ഇതിന്റെ ആൻസർ? ടൈം, സമയം എന്ന് പറയുന്നത് എന്തായിരിക്കും? 24/5. ഈ ഒരു ഭിന്നസംഖ്യയെ ഒരു മിക്സഡ് ഫ്രാക്ഷൻ ആക്കുക, എന്നിട്ട് നിങ്ങളെ കമന്റിൽ ആൻസർ പറയാം. സോ അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചെയ്യാൻ തന്നെയാണ്. അടുത്ത ക്വസ്റ്റ്യന് എക്സ് എന്ന് പറയുന്ന ആൾ 9 ദിവസം കൊണ്ടും Y എന്ന് പറയുന്ന ആൾ 12 ദിവസം കൊണ്ട് ഒരു ജോലി ചെയ്ത് തീർത്തുന്നുണ്ടെങ്കിൽ ഇവർ 2 പേരും കൂടി, എക്സും Yയും കൂടി ആ ജോലി ചെയ്ത് തീർക്കാൻ എത്ര ടൈം എടുക്കും? ടൈം എന്ന് പറയുന്നത് എത്ര ആയിരിക്കും എന്നുള്ളത് കമന്റിൽ പറയണം. സോ നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്, അതായത് ടൈപ്പ് 2. ടൈപ്പ് 1 കഴിഞ്ഞ് ഇനി ടൈപ്പ് 2. ഈ വർക്ക് ടൈം എന്ന് പറയുന്ന പോർഷനിൽ
ചോദിക്കാറുള്ള രണ്ടാമത്തെ ടൈപ്പ് ഒന്നുമില്ല, നേരത്തെ 2 പേരായിരുന്നു, ഇതിലെന്താണ് 3 പേരാണ് എന്നുള്ളത്. എ എന്ന് പറയുന്ന ആള് 4 ദിവസം കൊണ്ടും, ബി എന്ന് പറയുന്ന ആള് 6 ദിവസം കൊണ്ടും, സി എന്ന് പറയുന്ന ആള് 12 ദിവസം കൊണ്ടും ഒരു ജോലി ചെയ്തു തീർക്കുമെന്നുണ്ടെങ്കിൽ എയും ബിയും സിയും കൂടി, അതായത് 3 പേരും കൂടി ഈ ജോലി എത്ര ദിവസം കൊണ്ട് ചെയ്തു തീർക്കും? സോ ആദ്യം നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഈ 4ലും 6ലും 12ലുമുള്ള LCM-ആണ് അറിയേണ്ടത്. സോ ഇതിൽ ഏറ്റവും വലിയ നമ്പർ നമ്മൾ കൺസിഡർ ചെയ്യുക 12 എടുക്കുന്നു. ഈ 12 4ൽ ഫുള്ളി ഹരിക്കാൻ കഴിയും അല്ലേ? 3 4 12, 2 6 12, 12 ഇൻറ്റു 1 എന്ത്? സോ ഇവിടെ എന്തായിരിക്കും എഫിഷ്യൻസി എന്ന് പറയുന്നത് 3 + 2 + 1. ഓക്കെ, അപ്പൊ എഫിഷ്യൻസി ഈക്വൽ ടു 3 + 2 + 1 5 6. ഓക്കെ, അപ്പൊ വർക്ക് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ LCM ആണ് വർക്ക് എന്ന് പറയുന്നത് 12 LCM നമുക്ക് കിട്ടിയാൽ ആകും. അപ്പം ടൈം എന്തായിരിക്കും? വർക്ക് ബൈ 12 എഫിഷ്യൻസി 6, 12/6 2 days. ഓക്കെ, 2 ദിവസം കൊണ്ടായിരിക്കും ഈ 3 ആളുകൾ കൂടി ഈ ജോലി ചെയ്ത് തീർക്കുക. സോ ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിൽ ഒരു ചെറിയൊരു എക്സാമ്പിൾ തരാമെന്ന് വിചാരിക്കുക. എക്സ് വൈ സെഡ് എന്ന് പറയുന്ന 3 എക്സും വൈയും സെഡും കൂടിയും എത്ര ദിവസം കൊണ്ട് ചെയ്ത് തീർക്കും, അല്ലെങ്കിൽ ഈ പറയുന്ന ജോലി എത്ര ദിവസം കൊണ്ട് ചെയ്ത് തീർക്കും എന്നുള്ളത് കമന്റിൽ പറയാ. ബൈ.